ചതിച്ചില്ലേ പല രക്ഷിതാക്കളെ? ആയുസ്സുള്ള കാലത്ത് ചെറുപ്പത്തിൽ പൊന്നോല നോക്കിയിട്ടും കയ്യും കാലും തളർന്ന് വീട്ടിന്റെ മൂലയിലായപ്പം 5 എണ്ണത്തിന് പെറ്റിട്ടിട്ട് 5 പൊന്നോല നോക്കിയ ഒരു ഉമ്മാനെ നോക്കാൻ 5 എണ്ണത്തിൽ 1 പറ്റുന്നില്ലെങ്കിൽ ചതിയന്മാരാ പല മക്കളും. വാപ്പനെയും ചതിച്ചവര്, സ്വപ്നങ്ങളെ ചതിച്ചു കളഞ്ഞവര്, ചവിട്ടിക്കളഞ്ഞവര്. ചിന്തിച്ചു നോക്കൂ നിങ്ങള്. എത്ര വാപ്പാരുമാരും അന്ന് അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഓരോ കുടുംബത്തിലും. പിന്നെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഏകാന്തതയിൽ ജീവിക്കുക. ആ ഏകാന്തതയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ വിഷമൊക്കെ ഒന്ന് അറിയണമെങ്കിൽ അതേ അവസ്ഥയിലേക്ക് ഞാനെത്തണം. ഞാൻ പറയാറുണ്ട്, നമ്മളൊക്കെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് 4 ദിവസം വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞു. കല്യാണമില്ല, പള്ളിയില്ല, ഒന്നുമില്ല. 4ാമത്തെ ദിവസം മതിയായി പുറത്തിറങ്ങി പോലീസുകാരൻ ലാത്തിയെടുത്ത് തല്ലി. നമ്മൾ പറഞ്ഞു, സാറേ പുരയിലിക്കാൻ പറ്റണില്ല. അങ്ങനെയാണെങ്കിൽ ഈ സാധുക്കളങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു കല്യാണത്തിന് പോകാൻ ഓൽക്ക് അവകാശമല്ല, അടുക്കളൻ്റെ 4 ചുമരൻ്റെ ഉള്ളിലേക്ക് കയറാൻ അവകാശമല്ല. ആയോ ആയിക്കോ മോളെ എന്ന് ചോദിക്കാൻ പോലും പേടിയാ. ഒരു നേരത്തെ വെള്ളം അത് കിട്ടാതെ ജീവിക്കുന്ന എത്ര മാതാപിതാക്കൾ ഉണ്ടെന്നറിയോ? ഒരു വാപ്പ തോൽക്കുന്നത് പോലും മക്കളില്ലാണ്ടാവുമ്പോഴല്ല, സ്വന്തം തുണ നഷ്ടപ്പെടുമ്പോഴാ. ഇന്ന് പല വാപ്പാരുമാരും അത് അനുഭവിക്കുന്നവരാ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ചിലപ്പോൾ നിങ്ങളെ ഉമ്മക്ക് പിയാപ്പിളുണ്ടാവില്ല. അതിൻ്റെ അർത്ഥം ഉമ്മ യത്തീമായി പോയതാ. കെട്ടിയോനുമില്ല, വാപ്പയില്ല, അമ്മയില്ല. ആ പരിഗണന നിങ്ങളമ്മമാർക്ക് നിങ്ങൾ കൊടുക്കണം. കാരണം ആ ഉമ്മ ധൈര്യത്തിൽ ജീവിച്ചത് വാപ്പൻ്റെ നെഞ്ചിൻ്റെ ബലത്തിലാ. ഒരു ഉമ്മ നിങ്ങളെ സ്വപ്നം പോലും കാണാൻ പഠിപ്പിച്ചത് ആ ഉമ്മാൻ്റെ വാപ്പൻ്റെ കൂടെയുള്ള ജീവിതത്തിൻ്റെ ധൈര്യത്തിലാ. അവസാനം വാപ്പനെ മണ്ണിൻ്റെ അടിയിൽ വെച്ച് തിരിച്ചു പോന്നപ്പോൾ പിന്നെ ഉമ്മനെ ആർക്കും വേണ്ടാണ്ടാകുക. എത്രയോ കുടുംബത്തിൽ മാതാക്കൾ പിന്നെ പരാതി ഒന്നും പറയൂല. അതെന്തേ? പരാതി എങ്ങാൻ പറഞ്ഞിട്ട് മരിയക്കൾ അറിഞ്ഞാൽ ഉള്ളും കൂടിയും പോവും. ആ ബേജാറില്ല അല്ലേ? പറയാൻ മാത്രം പലരുടെ മനസ്സിലും ബേജാറുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൻ്റെ ശൈശവം, ചെറുപ്പ കാലഘട്ടം കണ്ടറിഞ്ഞവരാണ് നമ്മളെങ്കിൽ ഒരിക്കലും നമ്മളെ വാർദ്ധക്യത്തെ നമ്മൾ മറക്കരുത്. ശൈശവ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞനുഭവിക്കുന്ന വേദനയും അവൻ കാണിക്കുന്ന വാശിയും നമ്മൾ കണ്ടിട്ടുണ്ട്. മുള എറിയല്ലേ എന്ന് പറയുമ്പം എറിയും, അവിടെ മൂത്രമൊഴിക്കല്ലേ എന്ന് പറയുമ്പോൾ അവിടെ മൂത്രമൊഴിക്കും, ആ ചെടി പറക്കല്ലേ എന്ന് പറയുമ്പോൾ പറയ്ക്കും. അതൊരു തരം വാശിയാവാം, ഒരു പക്ഷം ഉപബോധ മനസ്സാവാം. ആ ശൈശവത്തിൽ ആ രക്ഷിതാക്കൾ എങ്ങനെ നിങ്ങളെ പരിഗണിച്ചോ അതേ പരിഗണനയിൽ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ തിരിച്ചെടുക്കണം. ഇതേ അവസ്ഥ വാർദ്ധക്യത്തിൽ വരും. ഞാൻ പറയാറുണ്ട്, വാർദ്ധക്യത്തിൽ എത്തുന്ന വാപ്പാർക്കുമാർക്കും വാശി കൂടുകയല്ല, ദേഷ്യം കൂടുകയല്ല സംഭവം. പേടി വരിക. മക്കൾ നോക്കാണ്ടാകുമോ എന്നുള്ള പേടി വരുമ്പം അവരുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു ആതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു മത്സര, ഒരു കടുപ്പെടുത്ത അവർ നമ്മളോട് കാണിക്കുന്ന ഒരു പക്ഷേ ആ വാശിയായിട്ട് തോന്നുന്നത്. നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന വലുതാ. അത് മക്കളെടുത്തുനിന്ന് കിട്ടാണ്ടായി പോകുമെന്ന് ചിന്തിക്കുമ്പം നാട്ടിലെ കളിപ്പാട്ടങ്ങൾക്ക് പോലും വിലണ്ട്, സ്വന്തം വീട്ടിലെ വാപ്പാക്കും ഉമ്മാക്കും വിലല്ല. അവനാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് വിലണ്ട് അല്ലേ? ഒരു വാപ്പ പറഞ്ഞു, ഓനോൻ്റെ വണ്ടിക്ക് ഗ്ലാസ് മാറ്റി, അത് മാറ്റി, ഇത് മാറ്റി, ബുള്ളറ്റിൻ്റെ മുന്നിലുള്ള ആ ബൾബിന് വെക്കുന്നത് മാറ്റി, പിന്നെ ഓന് കണ്ണാടി ആദ്യത്തെ പോരാന്ന് കണ്ടപ്പം ഹാൻഡിൽമേൽ വേറെ വെച്ചു. അതിനുശേഷം അവന് പൊട്ടുന്നത് വേണമെന്ന് പറഞ്ഞ് സൈലൻസറും പൊട്ടുന്നതാക്കി. ഞാൻ ചോദിച്ചു, അതിനൊക്കെ എന്താ കാരണം? ഒന്നുമില്ല ഉസ്താദേ, എനിക്ക് നഷ്ടപ്പെട്ടതിൽ ഒന്നെങ്കിലും ഓനോട് തിരിച്ചു തരാൻ, ഒന്നിന്ന സൂക്കേട്, ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ. ഞാൻ ഈ കുരയ്ക്കുമെങ്കിൽ നെഞ്ചിൻ്റെ സൈഡിൽ നിന്നൊരു വേദന ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വരുത്തി വെച്ചതാ. അതൊന്ന് മാറ്റണ്ട, അതൊന്ന് കുറയ്ക്കാനുള്ളൊരു ഗുളികൻ്റെ പൈസയെങ്കിലും ഓൻക്ക് തന്നിന്നെ കൂട്ടിക്കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കപ്പെടുന്ന ഒരു വാപ്പയമ്മയും വീട്ടിലുണ്ടെങ്കിൽ, അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, ലാ യുകല്ലിഹിമുല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലാ യൻദുറു ഇലൈഹിം. നിങ്ങൾ എത്രയൊക്കെ നമസ്കരിച്ച് റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാലും, നിങ്ങൾ എത്രയൊക്കെ നന്മകൾ അധികരിപ്പിച്ചാലും, അൽ ആക്കുലി വാലിദൈഹി, വാപ്പനെയും സങ്കടപ്പെടുത്തിയ മക്കളോട് അള്ളാഹു ഒരു പരിഗണനയും തരൂല. ഇന്ന് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ള ചിലരൊക്കെ പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ മത്സരിച്ചോടുക. അള്ളാഹിൻ്റെ തൃപ്തി മതിയോ? അള്ളാഹിനെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമല്ലോ തികയോ? നാട്ടിലെല്ലാ ഖുർആൻ ക്ലാസ്സിലും ഉമ്മാരും ഉണ്ട്, മക്കളും ഉണ്ട്. നാട്ടിലെല്ലാ നല്ല കാര്യത്തിലും ഉണ്ട്, നിസ്കാരത്തിലും നോമ്പിലും ബാക്കി എല്ലാ സൽക്കർമ്മങ്ങളിലും ഉണ്ട്. അള്ളാഹിനെ തൃപ്തിപ്പെടുത്തിയാൽ മതിയോ? അതാണോ റബ്ബ് പറഞ്ഞ്? നിങ്ങൾ അള്ളാഹുവിനങ്ങോട്ട് തൃപ്തിപ്പെടുത്തി, അള്ളാഹുവിനങ്ങോട്ട് ഭംഗിയാക്കി, പടച്ചോനങ്ങോട്ട് നിങ്ങൾ ഞെട്ടിക്കണം എന്നാണോ? അള്ളാഹ് പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാഹിന്റെ ഹബീബായ നബി തങ്ങളിലൂടെ, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ സുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ.
അള്ളാഹുവിൻ്റെ തൃപ്തി എന്നാൽ വാപ്പൻ്റെയും എൻ്റെയും തൃപ്തിയാ. അള്ളാഹിൻ്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ വാപ്പൻ്റെയും എൻ്റെയും ദേഷ്യ. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ചെലവഴിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് ഒരു കണക്കും വാപ്പാര് വെക്കലില്ല. ഇല്ല മക്കള്, എന്നോട് ചോദിച്ചു നോക്കി നിങ്ങൾ മക്കൾക്ക് ഇപ്പം എത്ര ചെലവാക്കിയെന്ന്. ഒരളവും എൻ്റെ കയ്യിലില്ല, ഒരളവും. വാർദ്ധക്യത്തിലെത്തുമ്പം വാപ്പാൻ്റെ ചെലവഴിക്കലിന് നമ്മൾക്ക് കണക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രയാസം തന്നെയാണ്. ചില മക്കൾ കണക്ക് പറയും, ഓൻ നോക്കട്ടെ, ഇവൻ നോക്കട്ടെ, അവിടെ നോക്കട്ടെ, ഇവിടെ നോക്കട്ടെ. ഇപ്പം അങ്ങനെയൊക്കെയാ ഫുട്ബോൾ കോർട്ടിലെ പന്തിൻ്റെ മാതിരി. 4 ആളും 4 ഊയം നിക്ഷയിക്കും, 4 സമയം നിക്ഷയിക്കും, 4 മാസം നിക്ഷയിക്കും. അവനാൻ്റെ ബാണ്ടവും എടുത്തിട്ട് പരാതിയില്ലാണ്ട് സങ്കടവും ഉള്ള ഗുളികയും വാങ്ങി ഒരു കവറിൻ്റെ ഉള്ളിലിട്ട് പേരക്കുട്ടികളെ ചുറ്റിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അവനാൻ്റെ പൊരൻ്റെ മുറ്റത്തുനിന്ന് അനിയൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു ഉമ്മാൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ഒരൊറ്റ തുള്ളി അത് മതിയടോ ഈ ദുനിയാവിൽ നശിച്ചു പോകാൻ. ചിലർ കണക്ക് പറയുക, ഓൻ്റെ ഇമ്മല്ലേ വെൻ്റെ ഇമ്മല്ലേ, ഒലു നോക്കട്ടെ ബലു നോക്കട്ടെ. ഇതൊക്കെ ദുനിയാവിൽ നോക്കാൻ പറ്റും. ഞാൻ പറയാറുണ്ട്, നമ്മൾ നോക്കിയത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞമ്മക്കുള്ളത് പടച്ചോൻ വേറെ വയ്ക്ക് തരും. അവർ നോക്കട്ടെ എന്നുള്ള വാശിയിലും കുണ്ടുവാത്തതിൻ്റെ വെറുപ്പിലും ആ നോക്കുന്നതെങ്കിൽ നോക്കിയത് പോലും പടച്ചോൻ സ്വീകരിക്കൂല. അങ്ങനെയുണ്ട് ചില മരിയക്കളും. മറ്റുള്ളവർ കുണ്ടുവാത്തതിൻ്റെ പേരിൽ മനസ്സ് വെറുത്തിട്ട് അങ്ങനെ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തുവാക്ക് പറയും, നിങ്ങൾക്ക് വേറെ ഇല്ല അതിൻ്റെ മക്കള്. അപ്പം അമ്മ വിചാരിക്കുന്ന അവനിനി മിണ്ടണ്ട, പേടിച്ച് നിൽക്കുക. അങ്ങനെ മനസ്സ് വെറുത്തിട്ട് നോക്കുകയാണെങ്കിൽ നോക്കിയതിൻ്റെ കൂലി പോലും ഉണ്ടാവില്ല. നോക്കുകയാണെങ്കിൽ മരിയക്കളെ നല്ലോണം നോക്കണം. ആ മക്കളോടുകൂടിയാണ് പറയുന്നത്. കുത്തി പറഞ്ഞിട്ടും കൊള്ളിച്ച് പറഞ്ഞിട്ടും ബേജാറാക്കിപ്പിക്കരുത്. ഓൺലൈനോ മൂത്തോനെന്താ കൊണ്ടുപോകാത്ത, ഓനെന്താ വരാത്ത്, ഇവനെന്താ വരാത്ത്. ചിലപ്പോൾ ഉമ്മാൻ്റെ പേരിലുള്ള ഏതെങ്കിലും റേഷൻ കാർഡിൽ അങ്ങനെയൊക്കെ കുടുംബത്ത് സംഭവിക്കുക. റേഷൻ കാർഡിൽ ഉമ്മാക്ക് 12 കിലോ അരിയുണ്ട്. കാരണം ഉമ്മയും വാപ്പൻ്റെയും പഴയ തറവാടാ. 12 അരി കിട്ടിയപ്പോൾ ഉമ്മ മോനോട് പറഞ്ഞു, നോക്കുന്ന മോനോട്, മോനെ 2 കിലോ ഇഞ്ഞി ജബ്ബാറിന് കൊടുക്കുമെന്ന്. അത് ഉമ്മാൻ്റെ ഒരു മനസ്സാ. എല്ലാ മക്കൾക്കും ഒരുപോലെ കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ. ആപ്പിളേക്ക് മൂത്തോൻ ചാടി. എന്നാ പിന്നെ ഓൻ കൊണ്ടുപോയിക്കൂടായിനോ, നിങ്ങൾക്ക് അവിടേക്ക് പോയിക്കൂടായിനോ, നിങ്ങൾക്ക് അവിടെ പോയി തിന്നൂടായിരുന്നോ. 2 അടി നെഞ്ഞത്തടിച്ച് ബാക്കോട്ട് മറിഞ്ഞു വീണുന്നാ. ഏത് കാലത്താ അതൊക്കെ ഒന്ന് പൊരുത്തപ്പെടിക്കുക? ഏത് കാലത്താ ഇതൊക്കെ ഒന്ന് പടച്ചോൻ്റെ അടുത്ത് പറഞ്ഞു തീരുക? അതുകൊണ്ട് തന്നെ ദുനിയാവിൽ മരിക്കുന്നതിൻ്റെ അടുക്ക് കൊടുക്കാനുള്ളതാ സ്നേഹം. അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിക്ക് കൊടുക്കുന്ന 100 ചാക്കല്ല സ്നേഹം. നാട്ടുകാർക്ക് വീഴ്ചം വെക്കുന്ന 150 ചാക്ക് അരിയല്ല സ്നേഹം. അത് കിബിറ, അത് പോരിശിയാ. ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പം കൊടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ചെലവഴിക്കണം, കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടക്കിടക്ക് കൈമല്. എത്ര വയസ്സായ വാപ്പയാണെങ്കിലും ഞാൻ പറയാറുണ്ട്, വാപ്പാൻ്റെ ഓതിയിലാ ജീവിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആദായം വാപ്പൻ്റെ കൈമ കൊണ്ട കൊടുക്കണം. വാപ്പ പറയും ഇതൊക്കെ എനിക്ക് വേണമെന്ന് പറയൂല. ഒരു 10 or 500 വാപ്പ എടുത്തിട്ട് പറയും, ബാക്കി എൻ്റെ എന്നെ വെച്ചോ, ഇതെനിക്ക് പള്ളിക്ക് പോയി തിരിച്ചു വരുമ്പോൾ മക്കൾക്ക് എന്തേ വാങ്ങാനാ. ഇനി അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ പോലും കൊടുക്കാൻ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വാപ്പാൻ്റെ കൈമലേക്ക് കൊടുക്കണം. അതൊന്നും കുറഞ്ഞു പോവില്ല, നമുക്കൊരു കുറവും വരുത്തൂല.